ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിനായിട്ടൊരു കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം അത് അടുപ്പത്ത് വെച്ച് തിളക്കുന്നത് വരെ ഇനി കത്തിക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ മുന്നായിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് പിന്നെ വെള്ളം അങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാനേക്ക് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കട്ടെ. തിളക്കുന്നതിന് മുന്നേ പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി തിളച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ സ്ലോവിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും പൊടി. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ആയിട്ടുണ്ട്. തീ പറ്റ കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഞാൻ കുറച്ച് നേരം 10 മിനിറ്റ് ഇരുന്ന് വെന്ത് പിന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവി വേണ്ട. അപ്പോൾ ആവിക്കുള്ള വെള്ളം ഇഡ്ഡലി ചെമ്പിൽ വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ആ വെള്ളം തിളക്കുമ്പോക്കിന് നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് ആ പൊടി ഒരു തവിക്കൊരു തട്ടക്ക് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കണം. അപ്പം ചൂടാണെങ്കിൽ കുഴച്ചെടുക്കാൻ പറ്റില്ല. കൈ നല്ല ചൂടായി കാരണം ഭയങ്കര പ്രയാസം ചൂടെടുക്കുന്ന കുഴക്കാൻ. അപ്പോൾ അതൊന്നാണ് പരത്തി വെച്ച് എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടാ പച്ചവെള്ളമല്ല. അപ്പോൾ നമ്മൾ പാകത്തിന് വേഗം ചൂട് കൊടുക്കണമെന്നാണ്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നും കൂടി കുറഞ്ഞെടുത്ത് നല്ല ചാമ്പെടുക്കട്ടെ പൊടി. അല്ല പത്തിരിക്കൊക്കെ ചാമ്പണത് വരെ അത്രക്ക് ചാമ്പണ്ട കേട്ടോ. ഒന്നും കൊണ്ട് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒതുക്കിയെടുക്കാം. അതിപ്പോൾ മക്കളൊക്കെ മദ്രസിട്ട് വരുമ്പോക്കിന് കടി റെഡിയാക്കണം. അപ്പോൾ വേഗം ചെയ്യണം. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതേപോലെ. എന്നിട്ട് നിങ്ങൾ എന്താ പാടും പറയണ്ടേ, കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഭാഗങ്ങളാക്കി ഇനി നൂൽപുട്ടിൻ്റെ അച്ചെടുത്ത് അതിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി വെക്കണം. പിന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടെടുത്ത് അതിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി അതും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നിറക്കുകയാണ്. കുറ്റിയിലേക്ക് പൊടി നിറച്ച് അത് അതിലേക്കൊന്ന് പീച്ച് കൊടുക്കാൻ. നല്ല മുറുക്കി ടൈറ്റാക്കിയിട്ട് വേഗം സിമ്പിളായിട്ട് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ. പച്ചവെള്ളം ഒന്ന് കൂട്ടിയാൽ പൊടി ചാമ്പണിനടുത്ത് പച്ചവെള്ളം കൂട്ടിയിട്ട് അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് വേണം കൂട്ടി തിളപ്പിച്ച്. അപ്പോൾ പിന്നെ എണ്ണയും പതുക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പൊടിയിൽ വേഗം പീച്ചിന് പോരാൻ പറ്റും. അപ്പോൾ അതേക്ക് വെക്കഞ്ഞ് പീച്ചിലൊക്കെ കഴിഞ്ഞ് അത് വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം വെച്ച. അപ്പോൾ ഇനി അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. അടിയിട്ട് തട്ടടിയിൽ അതിൻ്റെ മേലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. വെള്ളം തിളച്ചക്കാൻ നല്ല ചൂടുണ്ടായി വെക്കുമ്പോൾ. അപ്പോൾ തട്ട് മാറിയതാ അങ്ങനെ വെച്ച് ആ 3 വെച്ച് ഇനി കഴിഞ്ഞിട്ട് ഞാൻ അടച്ച് വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവണം. 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് എന്തായാലും നല്ല കത്തി തിളച്ച് വന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മൾ നൂൽപുട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുക്കുമ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എടുക്കണ കൊണ്ടാ വണ്ടികളൊന്നും ഇന്ത്യ കല്ലിട്ട്. അപ്പോൾ ഞാൻ കയ്യിലൊരു തുണി വെച്ചിട്ട് അത് പിടിച്ചിട്ടിട്ട് എടുക്കൽ. ചട്ടകം കൊണ്ട് കത്തി കൊണ്ടൊക്കെ കുത്തി കോരിട്ട് ഞാൻ എടുക്കൽ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അതായാലും അതെടുത്ത്. അപ്പോൾ നല്ല ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇടിയപ്പം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ്. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ കണ്ടവർ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ടാണ്. നല്ല വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നൂൽപുട്ട്. കുട്ടികൾക്ക് എന്നും ദോശയും ഓട്ടടയും
പത്തിരിയൊക്കെ ആയിട്ട് ഒന്നും മടുപ്പല്ല. മദ്രസയിട്ട് വരുമ്പോൾ സ്കൂളിൽ പോണ ടൈമിലൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിക്കൊരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ കറിയോ എന്തെങ്കിലും ഒരു കറി അത് ചെയ്ത് നോക്കിയേ. എന്നിട്ട് രേഖപ്പെടുത്തിയിട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളപ്പോൾ ഒക്കെ ചുട്ട് കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോനെ ചുട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ ചൂടുകയാണ്. ഞാൻ തോനെ ചൂട് അത്ര നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കൊക്കെ പേരിൽ കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ മതിയാവില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങനെ എൻ്റെ അത് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാത്രം, ഒരു ഓട്ടപാത്രം നിറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊരു കറിയും കൂടി ഉണ്ടാക്കണം. കറീൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ. അപ്പോൾ മക്കളെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, അസ്സലാമു അലൈക്കും.